Baby Fest. കഥകൾ കേൾക്കാം ടീച്ചർ അമ്മയോടൊപ്പം. കഥകൾ കേൾക്കാം ടീച്ചർ അമ്മയോടൊപ്പം. കിച്ചു മീനുവും കൂടെ ചിരിയോടെ. കിച്ചു മീനുവും കൂടെ ചിരിയോടെ. കുരങ്ങനും മുതലയും വരുന്നു ഇന്ന്. ബുദ്ധിയുടെ ജയം കാണാം നമ്മളിന്ന്. കുട്ടികളെ, ഇന്ന് ഞാൻ പറയുന്നത് ഒരു ബുദ്ധിമാനായ കുരങ്ങന്റെ കഥയാണ്. ഒരു നദിക്കരയിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. അവനൊരു വലിയ മാവിൻ്റെ മുകളിലായിരുന്നു താമസിച്ചിരുന്നത്. ആ മാവിലാകട്ടെ ധാരാളം നല്ല പഴുത്ത മാമ്പഴമുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ഈ മാമ്പഴം തിന്ന് നമ്മുടെ കുരങ്ങൻ അങ്ങനെ സുഖമായി ആ മാവിൻ്റെ മുകളിൽ ജീവിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കുരങ്ങൻ ചോദിച്ചു, സുഹൃത്തെ, നീ ക്ഷീണിച്ച പോലെ തോന്നുന്നു. ഇവിടെ നല്ല മധുരമുള്ള മാമ്പഴമുണ്ട്, നിനക്ക് വേണോ? കുരങ്ങൻ മാമ്പഴം മുതലയ്ക്ക് കൊടുത്തു. അവന് അത് കഴിച്ചപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ അവർ വലിയ സുഹൃത്തുക്കളായി മാറി. ഒരു ദിവസം മുതല ഈ മാമ്പഴങ്ങളിൽ ചിലത് വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഈ പഴങ്ങൾ ഇത്ര മധുരമാണെങ്കിൽ അത് തിന്നുന്ന ആ കുരങ്ങന്റെ ഹൃദയം എത്ര മധുരമായിരിക്കും. അവൾ പറഞ്ഞു, നീ കുരങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ മുതല ആകെ വിഷമിച്ചു. പക്ഷേ ഒടുവിൽ കുരങ്ങനെ വിളിക്കുവാൻ അവൻ തീരുമാനിച്ചു. പതിവ് പോലെ അടുത്ത ദിവസം മുതല മാവിൻ്റെ ചൂട്ടിലെത്തി. തൻ്റെ കൂട്ടുകാരനായ കുരങ്ങനെ കണ്ടു. മുതല പറഞ്ഞു, സുഹൃത്തെ, എൻ്റെ വീട്ടിലേക്ക് വരൂ, എൻ്റെ കുടുംബത്തെ കാണാം. കുരങ്ങൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അവൻ മുതലയുടെ പുറത്തു കയറി. പുഴയുടെ ഓളത്തിൽ തുള്ളിമറിയാം, പുഴയുടെ ഓളത്തിൽ തുള്ളിമറിയാം. മുതലച്ചൻ കൂടെയുണ്ട്, പേടി വേണ്ട. മാമ്പഴം തിന്ന നമ്മൾ നല്ല ചങ്ങാതിമാർ. ആർത്തു വിളിച്ചു നമുക്ക് യാത്ര പോകാം. നദിയുടെ നടുവിലെത്തിയപ്പോൾ മുതലയാ സത്യം പറഞ്ഞു. എൻ്റെ ഭാര്യ നിന്റെ ഹൃദയം വേണമെന്ന് പറഞ്ഞു. കുരങ്ങൻ്റെ ഉള്ളൊന്ന് കാളി. അവൻ ഭയപ്പെട്ടു. പക്ഷെ അവൻ ചിന്തിച്ചു, എന്തെങ്കിലും ബുദ്ധി പ്രയോഗിച്ചാലേ ഇപ്പോൾ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അവന് പെട്ടെന്നൊരു ഉപായം തോന്നി. അവൻ പറഞ്ഞു, അയ്യോ, ഞാൻ എൻ്റെ ഹൃദയം മരത്തിൽ വെച്ചിട്ടാ പോകുന്നത്. നമുക്ക് തിരിച്ചു പോകാം. മുതല അത് വിശ്വസിച്ചു. അവർ തിരിച്ച് നദിക്കരയിലേക്ക് നീന്തി. കരയിലെത്താറായപ്പോൾ കുരങ്ങൻ അതിവേഗത്തിൽ മാവിൽ പാഞ്ഞു കയറി. മാവിലിരുന്നു കൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എടാ മരമണ്ടം മുതലേ, ആരാണ് ഹൃദയം പുറത്തു വയ്ക്കുന്നത്? നീ എന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചു. മുതല ലജ്ജിച്ച് തല താഴ്ത്തി. അവൻ അവിടുന്ന് നീന്തി എങ്ങോട്ടോ പോയി. വെൽക്കം ടു ടീച്ചർ അമ്മാസ് കോർണർ. മക്കളെ, കുരങ്ങച്ചനെ പോലെ ബുദ്ധി ഉപയോഗിക്കണം. ഈ ഹൃദയം നമ്മുടെ ഉള്ളിലെ ഒരു കൊച്ചു പമ്പാണ്. ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കുന്നത് ഈ കുഞ്ഞൻ ഹൃദയമാണ്. അത് നിലച്ചാൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. മക്കൾക്കറിയാമോ, നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ ഏകദേശം 72 തവണ തുടിക്കും. കൈ ഒന്ന് ഇടത്തെ നെഞ്ചിൽ വെച്ചു നോക്കൂ. കേൾക്കുന്നില്ലേ ആ കൊച്ചു താളം?